മലപ്പുറം വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ പരാക്രമം. മദ്യലഹരിയിലെത്തിയ യുവാവ് പോലീസുകാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കാളികാവ് സ്വദേശി വിഷ്ണുപ്രസാദാണ് സ്റ്റേഷൻ പരിസരത്ത് അന്തരീക്ഷം സൃഷ്ടിച്ചത്. വധശ്രമ കേസിലെ ജാമ്യ വ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ കഴിയില്ലെന്ന് ഭീഷണി മുഴക്കിയായിരുന്നു അതിക്രമം. സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, പോലീസ് സ്റ്റേഷനിലെത്തിയുള്ള അതിക്രമം, എന്താണ് സംഭവം? ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഈ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. പ്രധാനമായി പറയേണ്ടത്, പല തവണയായിട്ട് അക്രമ കേസുകളിൽ, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ കാളിക്കാവ് സ്വദേശി ശ്യാമപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി വധശ്രമ കേസുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകളോട് കൂടി കോടതി ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആഴ്ചയിൽ 2 തവണ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വന്ന് ഒപ്പിട്ട് പോകേണ്ട ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് പാലിക്കാതെ വന്നതോടെ സ്റ്റേഷനിലേക്ക് വിളിച്ച് തനിക്ക് അടുത്ത ദിവസം വരാൻ കഴിയില്ല എന്ന് ഈ ശ്യാമപ്രസാദ് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് കൃത്യമായി നിയമകാരണങ്ങൾ വ്യക്തമാക്കുകയും നിർബന്ധമായും വന്ന് ഒപ്പിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ രോക്ഷത്തിലാണ് പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിലെത്തി അല്ലെങ്കിൽ അക്രമാവസ്ഥ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ചെന്നെത്തുന്നത്. പ്രധാനമായും ഈ ശ്യാമപ്രസാദ് പോലീസ് സ്റ്റേഷനിലെത്തി പാറാവ് നിന്നിരുന്നൊരു പോലീസുകാരൻ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി. അതിനുശേഷം ഉടൻ തന്നെ ആ പ്രദേശത്ത് നിന്ന്, പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് നിന്ന് പിന്നീട് മറ്റൊരിടത്തേക്ക് ഇയാൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ പിന്നാലെ പോയ പോലീസുകാർ ഇയാളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ പുതിയ കേസുകൾ കൂടി ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിമാൻഡിലാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വധശ്രമ കേസ് ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം വീണ്ടും ഈ പരിസര പ്രദേശങ്ങളിൽ വീണ്ടും അക്രമം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്റ്റേഷനിൽ പോലീസുകാർ അസഭ്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ, സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത്. ശ്രുതി, ഓക്കെ, പോലീസ് സ്റ്റേഷനിലാണ് ഈ അതിക്രമം എന്നുള്ളതാണ്. അത് ജാമ്യവ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ കഴിയില്ലെന്ന് ഭീഷണി മുഴക്കിയായിരുന്നു അതിക്രമം നടത്തിയത്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.